ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ മച്യൂറായി കഴിയുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന എമൗണ്ട് ചില സാഹചര്യങ്ങളിൽ ഇൻകം ടാക്സിന് വിധേയമാണ്. പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ പോളിസിയുടെ സമ്മഷ്വേർഡിൻ്റെ 10% കൂടുതൽ ഇയർലി പ്രീമിയം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് തിരിച്ചു കിട്ടുമ്പോൾ അത് ടാക്സിബിൾ ആണ്. ഒരു ഉദാഹരണം പറയാം. 10 ലക്ഷം രൂപയുടെ ഒരു പോളിസിയാണെന്ന് വിചാരിക്കുക. ഇയർലി പ്രീമിയം 1 ലക്ഷത്തിന് മേളിലാണെങ്കിൽ അത് 10% മുകളിലായല്ലോ. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ തിരിച്ചു കിട്ടുമ്പോൾ അത് ഇൻകം ടാക്സ് ബാധകമാണ്. അല്ലാത്ത കേസുകളിൽ തിരിച്ചു കിട്ടുമ്പോൾ നമ്മൾ സെക്ഷൻ 10(10)(d) പ്രകാരം ഫുൾ എക്സംപ്ഷൻ ഉണ്ടാവും, ലൈഫ് ഇൻഷുറൻസ് ആയതുകൊണ്ട്. പക്ഷേ ഈ കേസുകളിൽ എന്താ വെച്ചാൽ ഇതിന് മുകളിലായതുകൊണ്ട് TDS പിടിക്കും. ഈ ഇൻഷുറൻസ് കമ്പനികൾ ഇതുവരെ 5% ആയിരുന്നു പിടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒക്ടോബർ 1, 2024 മുതൽ അത് 2% TDS പിടിക്കാനായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നു. ഈ കിട്ടുന്ന എമൗണ്ടിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ടോട്ടൽ കിട്ടിയ എമൗണ്ടിൽ നിന്ന് അതുവരെ അടച്ച പ്രീമിയം കുറയ്ക്കാം. ബാലൻസ് വരുന്ന എമൗണ്ടാണ് നമ്മുടെ ഇൻകം ആയിട്ട് വരുന്നത്. ആ ഇൻകം നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാം.